പീസിന്റെ കുറെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. കുറെ എണ്ണമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പിന്നെ ചിലതൊന്നും ഒന്നിനും കൊള്ളൂല. അപ്പൊ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേന്ന് വെച്ചാൽ വൺ പീസ് ലൈവ് ആക്ഷൻ സീസൺ 3 അടുത്ത കൊല്ലം ഇറങ്ങും, 2027 ഇറങ്ങും. അതിനെപ്പറ്റി മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് പണ്ടേ ലൈവ് ആക്ഷൻ വലിയ പിടിച്ചില്ല. കാരണം ഈ ലൂഫിനെയൊക്കെ അവർ ഒരുമാതിരി എടുത്തു വെച്ചിരിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. കാരണം ആ ലൂഫിലെ ആനിമയിലെ ലൂഫിന്റെ ചിരിയും ആ മണ്ടത്തരമൊക്കെ അതിനെ കിട്ടും. കാരണം പിന്നെ വേറെ ഉള്ളത് ഉസോപ്പ്. ഉസോപ്പ് മൂക്കില്ലാതെ എന്ത് തേങ്ങയാണ് ഉസോപ്പിനുള്ളത്. ഉസോപ്പിന്റെ മറ്റേ സോജി കിങ് എന്ന് പറയുമ്പോൾ ഐഡന്റിറ്റി മറ്റേ ബാർത്തലോമയെ കണ്ടുപിടിക്കണം എന്നെ മൂക്ക് വെച്ചാണ്. മൂക്കില്ലാത്ത ഉസോപ്പ് ലൈവ് ആക്ഷനിൽ എന്തിനു പറ്റും? ഉസോപ്പിന്റെ ഒക്കെ മൂക്കാണ്. പിന്നെ ചില ക്യാരക്ടേഴ്സ് ഈ ജയന്റിനൊന്നും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഇത് കാണുന്ന ഒരു ആനിമ കാണുന്ന ഒരു ഫീൽ കിട്ടൂല ലൈവ് ആക്ഷന്. ചിലതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഒരു ചെയ്യണതിനൊക്കെ ഒരു പരിധിയില്ലേ. ഗിയർ 5 ഒക്കെ ഇട്ട് മറ്റേ പറയാൻ പറ്റൂല. ഗിയർ 5 ഒക്കെ വന്ന് ഇവർ എന്ത് ചെയ്യുമെന്ന് ഒന്നും അറിഞ്ഞൂടാ. കാരണം ഇപ്പൊ തന്നെ ചിലതൊന്നും എനിക്ക് വലിയ സത്യം പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കില്ല, ചിലവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ കുറെ പുതിയ ഓഡിയൻസിനെ കിട്ടും, അത് മാത്രമേ ഉള്ളൂ. ഈ ഓഡിയൻസ് ഒന്നും ചിലവർ മണ്ടമല്ല, ചിലവർ അറിയണില്ല. ഈ ലൈവ് ആക്ഷനെ കാട്ടി ഇരട്ടിയുണ്ട് ആനിമേല്. ആനിമ എന്ന് വെച്ചാൽ ലൈവ് ആക്ഷന്റെ 100 ഇരട്ടി, 100 എന്റെ അഭിപ്രായത്തിൽ 1000 ഇരട്ടി ഉണ്ട്. ഈ ലൈവ് ആക്ഷൻ കണ്ട ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ആനിമ കണ്ടു നോക്കും. ഈ ലൈവ് ആക്ഷൻ അതിന്റെ ഒരു കാൽ ഭാഗം അത്രേ ഉള്ളൂ ഈ സാധനം. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടേക്കാം. അപ്പൊ ഇതാണ് ഒന്നാമത്തെ അപ്ഡേറ്റ്. ലൈവ് ആക്ഷൻ 2027 ഇറങ്ങും. അലബാസ്റ്റ് ആർക്ക് ക്രൊക്കഡൈൽ ഒരു എയ്സ് വരും. അതൊക്കെയാണ് ഇതിൽ ഹൈലൈറ്റ്. എയ്സിനെ കാണാൻ കുറച്ച് ആഗ്രഹമുണ്ട്, എന്നാലും എനിക്ക് ലൈവ് ആക്ഷൻ വേണ്ട. അപ്പൊ ഇനി അടുത്ത രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ, മൂന്നാമതാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് അപ്ഡേറ്റ്. അത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. രണ്ടാമത്തത് കുഴപ്പമില്ല, ഒരു ആവറേജ് സാധനം. എന്താ വെച്ചാൽ വൺ പീസിന്റെ ഒരു ലെഗോ മൂവി ഇറങ്ങുന്നുണ്ട് സെപ്റ്റംബർ 29 വൺ പീസിന്റെ ഒരു ലെഗോ മൂവി ഇറങ്ങുന്നുണ്ട്. അതിനെപ്പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ലെഗോന്റെ സിനിമയൊന്നും ഞാൻ കാണലില്ല. എന്നാലും വൺ പീസ് അല്ലേ, ഉസോപ്പ് ആയിരിക്കും മെയിൻ ആയിട്ട് സെന്റർ ആയിട്ട് പറഞ്ഞ ക്യാരക്ടർ. ലൂഫി ആയിരിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. ആ ട്രെയിലർ കണ്ടിട്ട് നെറ്റ്ഫ്ലിക്സ് ഒരു ടീസർ എന്തോ സാധനം ഇട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ കാണാൻ പറ്റുമെങ്കിൽ കണ്ടുനോക്ക്. സെപ്റ്റംബർ 29 വൺ പീസിന്റെ ലെഗോ സിനിമ നെറ്റ്ഫ്ലിക്സിൽ കൂടെ ഇറങ്ങും. അപ്പൊ നിങ്ങൾ കാണാൻ പറ്റുന്നൊരു പോയി കാണാ. അല്ല, ഇറങ്ങിയില്ല പറയുന്നത്. അപ്പൊ ഇറങ്ങുമ്പോ പറ്റുമെങ്കിൽ കണ്ടിട്ട് അപ്പോഴെങ്ങാനും ഈ വീഡിയോ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോ. അപ്പൊ ഇനി അടുത്ത മൂന്നാമത്തെ അപ്ഡേറ്റ്, ഇതെനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറെ കാലം കൊണ്ട് 2023 ഞാൻ കഴിഞ്ഞ കൊല്ലം വൺ പീസ് ഉണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഈ അടുത്ത് 23 ഇത് അനൗൺസ് ചെയ്തത്. അപ്പൊ ഞാൻ അനൗൺസ് ചെയ്തപ്പോൾ 23 അനൗൺസ് ചെയ്ത് ഈ അടുത്ത് അറിഞ്ഞ എനിക്ക് അപ്പം മുതൽ ഇത് ഭയങ്കര ആഗ്രഹമാണ് കാണാൻ. കാരണം നമ്മൾ അറ്റാക്കൗണ്ട് ആയിട്ട് വിൻലൻസ് ഒക്കെ എടുക്കാൻ, വിൻലൻസ് കാണാൻ ഉറപ്പില്ല. അറ്റാക്കൗണ്ട് ആയിട്ട് അങ്ങനെ എടുത്ത സ്റ്റുഡിയോ ഉണ്ട്, വിറ്റ് സ്റ്റുഡിയോ. അത് വൺ പീസ് റീമേക്ക് ചെയ്യണുണ്ട്. എത്ര ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. വൺ പീസ് എപ്പിസോഡ് 1 മുതൽ പേസിങ്ങും സൗണ്ടും എല്ലാ ഇതും റെഡി ആക്കിയിട്ട് റീമേക്ക് ചെയ്യണുണ്ട്. അടുത്ത കൊല്ലം ഇറങ്ങും. അല്ല, അടുത്ത കൊല്ലം ഈ കൊല്ലം അടുത്ത കൊല്ലം ഇറങ്ങാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം നെറ്റ്ഫ്ലിക്സ് ഇന്നലെ രാത്രി എപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല, രാത്രി എപ്പോഴും ഇട്ട് അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് പോലെ സാധനം. അത് നല്ല വെയിറ്റിംഗ് ആണ്. കാരണം ഈ ടോയ് ആനിമേഷൻ ഈ സാഞ്ചീനെ നല്ലതാണ്, പക്ഷെ ഈ സാഞ്ചീനൊക്കെ എന്താണ് ഇവർ ചെയ്യണത്? സൗണ്ട് പുതിയ എപ്പിസോഡിലൊക്കെ സൗണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടോയ് ആനിമേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് പറഞ്ഞോടാ. പുതിയ എപ്പിസോഡിലൊക്കെ സൗണ്ട് റെഡി ഉണ്ട്. പക്ഷെ മറ്റേലൊക്കെ സാഞ്ചീന് ഇവർ എന്ത് തേങ്ങയാണ് ചെയ്യുന്നത് ഒരു ഇതുമില്ല. കാരണം നല്ല സാഞ്ചി എന്റെ ഫേവറേറ്റ് ക്യാരക്ടറാണ്. സോറ എന്നല്ല എന്റെ ഫേവറേറ്റ്, ഈക്വലാണെന്നാലും എന്റെ ഫേവറേറ്റ് സാഞ്ചിയാണ്. എന്നിട്ട് ഈ സാഞ്ചിനൊക്കെ ഇവർ എന്തൊക്കെയാണ് ആക്കി വെച്ചെന്ന് മാങ്ക വായിക്കണവർക്ക് ഇത് കാണുന്നവർക്കൊക്കെ അറിയാം. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ടോയ് ആനിമേഷനെ പോലെ ആയിരിക്കില്ല വിറ്റ് സ്റ്റുഡിയോ നല്ല ബ്ലഡും ഇതൊക്കെ കാണിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് കാണാൻ. ഈ കൊല്ലം ഇറങ്ങിയാൽ അത്രയും നല്ലത്, അടുത്ത കൊല്ലം ഇറങ്ങിയാൽ അത് നല്ലതാണ്. പക്ഷെ ഈ കൊല്ലം ഇറങ്ങണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണം നല്ല വെയിറ്റിംഗ് ആണ്. അവരെങ്ങനെ എന്താക്കുമെന്ന് എനിക്ക് കാണാൻ ഒരു ആഗ്രഹമുണ്ട്. അതുമാത്രമല്ല എപ്പിസോഡിന്റെ എണ്ണം കുറയ്ക്കുന്ന നല്ലോണം പറയാനുണ്ട്. അവർ 1000 എപ്പിസോഡൊന്നും എന്തായാലും കാണൂല. ഇവർ എഗ് ഹെഡ് വരാം ഏകദേശം ഒരു 400-500 എപ്പിസോഡിന്റെ അകത്ത് തീർക്കും, എഗ് ഹെഡ് വരാം. പിന്നെ അതിന് ശേഷം ഇനി വൺ പീസ് എത്ര നീണ്ടു പോകുന്ന അറിഞ്ഞൂടല്ലോ നമുക്ക്. ഇപ്പൊ ഇറങ്ങിയ 1000 എപ്പിസോഡ് ഒരു ഏകദേശം 500 എപ്പിസോഡിന്റെ അകത്ത് അവർ തീർക്കും. നല്ല പേസിംഗ് ഒക്കെ കറക്റ്റാക്കി സെറ്റ് ആക്കി തീർക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യാവോ? അഭിപ്രായം ഒന്നും ഇല്ലാത്തൊരു കമന്റ് ചെയ്യണ്ട. എന്നാൽ ശരി.